ഫ്രാങ്കും മഹാസാധുവാണ്. മാത്രമല്ല ഭയങ്കര പേടിയുണ്ട് ഉള്ളിൽ. പേടിയുണ്ടോ? പിന്നെ ഇത് പേടിക്കുന്ന ആളാണ്. അതാണ് 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 ഒരു പക്ഷെ ഫ്രാങ്കോ അതിനൊക്കെയാണ് രഞ്ജിനിയെ കണ്ടുപിടിക്കുന്നത്. രഞ്ജിനിക്ക് ഇമാരി കാര്യങ്ങളിലൊന്നും ഒരു പേടിയില്ല. അത് തോന്നിയിട്ടില്ലത്. കുറെ ബോൾഡാണ് രഞ്ജിനി. ശരിയാണ് പറഞ്ഞ. എനിക്കൊന്ന് വേറൊരു ഒരു ജനറേഷന്റെ സ്വഭാവമാണ് രഞ്ജിനിക്കല്ലേ? അങ്ങനെയല്ല, കുറെ എക്സ്പീരിയൻസ്ഡ് ആണ് ആള്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറേ എക്സ്പീരിയൻസും ധൈര്യമുണ്ട്. ശരിക്കും ചില സ്റ്റേജുകളൊക്കെ ഒത്തിരി ഡൗൺ ആയിരിക്കും. ആ സമയങ്ങളിലൊക്കെ രഞ്ജിനി വളരെ ഈ രഞ്ജിനിയുടെ ഗുണം എന്താ? ഒരൊറ്റ ടോപ്പ് കൊണ്ട് ഒരാളെ വീഴ്ചതാണ്. ഒറ്റ ടോപ്പ്, ഒരു പച്ച നിറത്തിലൊരു ടോപ്പ് ഇട്ടിട്ട് ഒരാളെ ഫ്ലാറ്റ് ആക്കി കളഞ്ഞു. എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ. ലേമേലഡിയും വെച്ചുള്ള പാർട്ടിയിലായിരുന്നു അല്ലേ? ആരെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഗ്രീൻ ടോപ്പ് ഇട്ടിട്ടാണ് അയാളെ വീഴ്ചത്. എനിക്ക് ഓർമ്മ പോലും ഇല്ല. അയാൾക്ക് അത് മറക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ വലിയൊരു മറക്കാനാകാത്ത പ്രായമോ അധ്യായങ്ങളിലൊന്നാണല്ലോ. എന്റെ ഭർത്താവിനെ കുറിച്ചാണ് ടെൻഷൻ അടിച്ചു. ദീപു അല്ലേ? എന്താ മൂപ്പരുടെ പേര്? രാം നായർ. ദീപു. അങ്ങനെ ദീപു ആദ്യം ഈ രഞ്ജിനിയുടെ പാട്ടിലും അല്ലെ രൂപത്തിലും ഭാവത്തിലും ഒന്നല്ല, ഈ രഞ്ജിനിയുടെ വസ്ത്രത്തിലാണ് ആദ്യം പുള്ളി ഉടക്കി. എന്റെ അടുത്ത് കണ്ണ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെയാ പറഞ്ഞേ. പച്ച ടോപ്പായോ? നിങ്ങൾ രണ്ടുപേരെയും കൂടെ മുട്ടിച്ചേരായിരുന്നു. അതും ഇതുപോലെ അനിയനായിരുന്നു അല്ലല്ലോ? അല്ലല്ല, ഇപ്പൊ കണ്ട വ്യക്തിയൊക്കെ ഉണ്ടായിരുന്നു അതില്. രഞ്ജിനി എന്റെ സീനിയറാണ്, എന്റെ ഫ്രണ്ടാണ് ഒരുപാട് കൊല്ലമായിട്ട്. രാമിന്റെയും ഫ്രണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ കുറെ ഇതേപോലെ രഞ്ജിനിയെ പോലെ കുറെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിന് രഞ്ജിനിയാണ് ശരിക്കും പറഞ്ഞാൽ ദീപുവിന്റെ കാര്യം എൻ്റെ അടുത്ത് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്, ഇങ്ങനെ മ്യൂസിക്കിലൊക്കെ ഉള്ള ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രഞ്ജിനി നമ്മുടെ ഹരിദാസ്. അങ്ങനെ രാമം രഞ്ജിനി ഫ്രണ്ടായിരുന്നു, ഞാനും രഞ്ജിനിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങള് മീറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയിലാണെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആള് തന്നെയാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. കുറച്ചു കാലം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലേക്ക് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്കിഷ്ടമാണ് മകളെ. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 4 കൊല്ലം പ്രേമിച്ചു. ആദ്യം കറക്കി ഒന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല, ആ ടൈപ്പ് ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, പക്ഷെ ഞങ്ങള് പ്രേമം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2 ഫ്രണ്ട്സിനെ പോലെയാണ്. നല്ല കമ്പാനിയൻസ് ആണ് രണ്ടുപേരും. കുറെ ഇടി ഉണ്ടാക്കും, കുറെ തമാശയും പറയും, കുറെ ഫുഡ് കഴിക്കാൻ പോകും, കുറെ അഡ്വഞ്ചർ ട്രിപ്സിന് പോകും. അങ്ങനെയൊക്കെ യാത്രകളാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എവിടേക്ക് പോവാറ്? വയനാട്, ഇടുക്കി, ഇരട്ടി അങ്ങനെ? വയനാട് എപ്പോഴും പോവും. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു തോട്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാട്ടിൻ്റെ അകത്ത് പോവാനൊക്കെയാണ് ഇഷ്ടം. സുഹൃത്തുക്കൾക്ക് അവിടെ ഉണ്ടാവില്ല. ഫ്രാങ്കോ, എനിക്ക് തോന്നി ഇത് പറഞ്ഞിടയ്ക്ക് കാട്ടിലെങ്കിൽ അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. കുറെ അഡ്വഞ്ചർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പഠിക്കുന്ന സമയം എങ്ങനെയായിരുന്നു? എനിക്കൊന്ന് രഞ്ജിനി തിളങ്ങിയത് സെന്റ് തെരേസസ് പഠിക്കുമ്പോഴാണല്ലേ? അതെ. അല്ല, ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പാടാൻ തുടങ്ങിയത് സ്കൂൾ 12th പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമയിൽ പാടിയത്. ചിത്ര ചേച്ചിയായിട്ടാണ് ആദ്യത്തെ ഡുവറ്റ്. അത് കഴിഞ്ഞ് 2-3 പടം അവരുടെ തന്നെ പാടി, ബെനി ഇഗ്നേഷ്യസ് അങ്കിളിൻ്റെ തന്നെ പാടി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് മോഹൻ സിത്താര സർ, രാജാ സർ, സുരേഷ് പീറ്റേഴ്സ് എനിക്കൊരു ബ്രേക്ക് തന്ന മാസം ഒട്ടുമിക്ക എല്ലാവരുടെ അടുത്ത് MJ ചന്ദ്രൻ ഒരു സ്റ്റാർ ആയിട്ടാണ് കോളേജിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പൊ പാവം ഫ്രാങ്കോ ഒക്കെ ആണെങ്കിൽ ഈ ഔസേപ്പച്ചന്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കയ്യിലുകുത്തി അല്ലെ, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. പക്ഷെ ഞാൻ കോളേജിൽ പറഞ്ഞാൽ ഇങ്ങനെ പരിലസിക്കുകയായിരുന്നു പറഞ്ഞല്ലേ കോളേജിൽ? അല്ലല്ല, ഒട്ടുമല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും ഒരുപാടധികം ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ സെന്റ് തെരേസസിലാണ്. ശരിക്കും പേടിയാവും നമുക്ക്. അത്രയും ടാലന്റ്. ഞാൻ ഒരിക്കലും സെന്റ് തെരേസസിൽ എത്തിപ്പെടും ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ ഡോക്ടർ ആവാൻ പഠിക്കാനായിട്ട് പോകാനിരുന്ന ഒരാളാണ്. എനിക്ക് റാങ്കും ഉണ്ടായിരുന്നു മെഡിസിൻ എൻട്രൻസിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെന്റ് ജോൺസിൽ എനിക്ക് അഡ്മിഷനും കിട്ടി ബാംഗ്ലൂർ. പക്ഷെ പോയില്ല. എനിക്കൊരു 4 ദിവസം സമയം തന്നു അമ്മയും അച്ഛനും. ഫ്രാങ്കോയുടെ മനസ്സിൽ വന്നെന്താ അറിയോ? രോഗികളുടെ നല്ല കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഫ്രാങ്കോ എത്ര നല്ല ഡോക്ടർ ആകുമായിരുന്ന ആളാണ്. സാർ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്.
ഫ്രാങ്കോ പക്ഷേ ഈ ഏത് ശ്രീനിവാസന്റെ സിനിമയിൽ മറ്റേ മാമുക്കോയെ പറഞ്ഞല്ലോ, പോളിടെക്നിക് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഫ്രാങ്കോ പോളിടെക്നിക് ആയിരുന്നു. ആണോ ഫ്രാങ്ക്? ഞാൻ പോളിടെക്നിക്. ഫ്രാങ്കോ പോളിടെക്നിക് ആയിരുന്നു. എനിക്ക് ഏറ്റവും എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമാണ് ട്ടോ. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഓരോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിനൊക്കെ ഒത്തിരി ഡ്രീംസ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാനും ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാനും കൂടെ ആലോചിക്കുക, ഞാൻ ഈ മക്കളെയൊക്കെ പലപ്പോഴും നിർബന്ധിച്ച് പാട്ട് പഠിക്കാനായിട്ട് നിർബന്ധിക്കും. അങ്ങനെ എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന സാറ് തന്നെയാണ് മക്കൾക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തു വോക്കൽ ട്രെയിനിങ്ങിന്. അങ്ങനെ അവർ പല ദിവസങ്ങളിലും ഞാനുണ്ടാകാറില്ല വീട്ടിൽ. ഇവർ സാറ് വരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പഠിപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ദയവായി ഇനി പാട്ട് പഠിക്കേണ്ടത് അവസാനിപ്പിച്ചു. അയ്യോ സൈക്കിളിലെ ഒരു രക്ഷയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിർബന്ധിച്ച് പിയാനോ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പിയാനോ പഠിപ്പിക്കുന്നുണ്ട് അവര്. അത്യാവശ്യം മൂത്തവനൊക്കെ അത്യാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മ്യൂസിക്കലായിട്ട്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ മാത്തമാറ്റിക്സ് ആ സമയത്ത്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ അന്നത്തെ ഒരു വലിയ ഡ്രീമായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും എൻജിനീയർ ആക്കണമെന്ന്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് ട്യൂഷൻ സെൻറ്റർ. നമ്മൾ തൃശ്ശൂർ PC തോമസ് സാറ്. അല്ല, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ എല്ലാം കൂടെ എപ്പോഴും അവർ പുറത്തിറങ്ങുമ്പോഴും നിറയെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നു എൻജിനീയേഴ്സും ഡോക്ടേഴ്സും വീടിന് മുമ്പേ കൂടെ എപ്പോഴും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അങ്ങനെ എന്നെ എൻജിനീയറിങ്ങിന് പഠിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ചേർത്തു. ഫസ്റ്റ് ഗ്രൂപ്പ് ദൈവമേ, ഞാൻ എങ്ങനെയോ ഞാൻ പാസ്സായി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് പിന്നെ എൻജിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഭാഗത്തേക്ക് ഞാനില്ല. പക്ഷെ പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യേ, അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്ലോമയെങ്കിലും എടുക്കും. അങ്ങനെ എന്നെ ഡിപ്ലോമയ്ക്ക് കൊണ്ടുവരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്. അത് പൂർത്തിയാക്കിയില്ലത്? ഇല്ലില്ല, പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴേക്ക് പ്രശ്നം വന്നില്ലേ. അപ്പോഴേക്കും പോലീസുകാരാണ്. ശരിക്കും അയ്യോ അങ്ങനെയല്ലത്. ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടല്ല രഞ്ജനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കാരണം വെച്ചാൽ നാളെ രഞ്ജനി പോയിട്ട് എല്ലാവരും പറയും ഇത് വെട്ടുകേസിലും കുത്തുകേസിലും അരയിൽ കത്തി കൊണ്ടൊന്നും സംശയം ഉണ്ട് കേട്ടോ എന്നൊക്കെ വേണമെങ്കിൽ രഞ്ജനി വേണം പറഞ്ഞേക്കാം. അതുകൊണ്ട് വേണം 1-2 വായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ പേടിയുള്ള ആളായതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. കോളേജിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ, 2 പാർട്ടിക്കാർ തമ്മിൽ അല്ല SFIയും ABVP തമ്മില് വഴക്കുണ്ടായി. അവിടെ ചെറിയ വെട്ടുണ്ടായി. അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ ഞാൻ മാത്രമേ ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ചടങ്ങുണ്ട് ശരിക്കും, ഓപ്പോസിറ്റ് ജയിക്കുന്നവർക്ക് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് ഗൗരവമായി. എൻ്റെ തലയിൽ വെച്ച് തന്നു ആ കിരീടം നേരെ. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റാതെ, കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ റിയാക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ അപ്പം പറഞ്ഞ് നീ വേഗം അവിടെ നിന്ന് പഠിപ്പ് നിർത്തി. അപ്പോൾ ചിറ്റൂർ മ്യൂസിക് കോളേജിൽ എനിക്ക് പഠിക്കാനായിട്ട് സീറ്റ് റെഡിയാക്കിയാലെന്ന് പറഞ്ഞു. കേരളത്തിൽ നിൽക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ കുളം പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മദ്രാസിലേക്ക് അങ്ങനെ പറഞ്ഞു വെച്ചാൽ അങ്ങനെ. പക്ഷെ ഒരു കണക്കിന് നോക്ക്, അന്ന് ആ കേസിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഫ്രാങ്കോ ഇവിടെ എഞ്ചിനീയറിംഗ് ഒക്കെ ഫ്രാങ്കോ ചേട്ടനായിട്ട് ഇരിക്കാൻ സാധ്യത ഉണ്ടാവില്ല. സത്യം. മിക്കവാറും വലിയ എഞ്ചിനീയർ ആയിട്ട് മിക്കവാറും അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും അമേരിക്കയാണല്ലോ പുള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലം, ഗ്രീൻ കാർഡ്. അപ്പം ഒരു കണക്കിന് അതൊക്കെ ഒരു നിമിത്തമായിരുന്നു ഫ്രാങ്കോ. തിരിഞ്ഞു നോക്കുമ്പം അതിനോടൊക്കെ നന്ദി പറയണം. എന്താ കാരണം വെച്ചാൽ ആ വെട്ടുണ്ടായാലും കുത്തുണ്ടായാലും ഒക്കെ ആ പോലീസുകാരനോടൊക്കെ നന്ദി പറയണം. ചില അന്ന് കേസിൽ പ്രതിയാക്കിയത് കൊണ്ടാണ്. ശരിക്കും അയാളെ കണ്ടെത്തണം. കണ്ടെത്തിയിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു പറയണം, എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങളെന്ന് തന്നെ ആ പ്രതിയാക്കിയത് കൊണ്ട് ഞാനെന്തൊരു ഗായകനായി. അതല്ലെങ്കിൽ വല്ല എഞ്ചിനീയർ ആയിട്ട് എവിടെയെങ്കിലും.